ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു ഫിഷ് ബിരിയാണിയുടെ വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് നിങ്ങൾക്ക് ബിരിയാണിയൊക്കെ തയ്യാറാക്കി നോക്കാൻ ഇഷ്ടമുള്ളവർക്ക് മട്ടൻ, ചിക്കൻ, ബീഫൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം പക്ക ടേസ്റ്റ് നല്ല ഗ്യാരണ്ടീഡാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകും. കഴിക്കുന്നവരെല്ലാം നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യും. അങ്ങനത്തെ ബിരിയാണികൾ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഷ് മസാലയൊക്കെ അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബിരിയാണിയാണ് ഈ ഫിഷ് ബിരിയാണി. നല്ല കറക്റ്റായിട്ട് ഞാൻ എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ലോങ് വീഡിയോ ആയിരിക്കും കേട്ടോ. ഞാനിത് 2020 ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ 2023 ഇതേപോലെ കുറേ ലോങ് വീഡിയോസ് ഇനിയുണ്ട്. ചിക്കൻ ബിരിയാണിയൊക്കെ കുറച്ച് ഏറെ പേർക്കുള്ള ബിരിയാണിയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ഫിഷ് റെസിപ്പീസ് ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച് ഇടാനുണ്ട്. ഇതെല്ലാം ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കണം. ഇതൊരു നൈസ് മസാലയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. അപ്പോൾ ചിലപ്പോൾ നല്ലൊരു പേസ്റ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ലേശം വെള്ളം ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതൊരു നൈസ് മസാലയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 10 കഷ്ണം മീൻ എടുത്തിട്ടുണ്ട്. നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്ത് വേണം വാങ്ങിക്കാനും, അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ ഈ മസാലയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് പുരട്ടി മാറ്റി വെക്കണം കേട്ടോ. ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മാറ്റി വെച്ച് ആ മസാലയൊക്കെ ആ മീനിലൊന്ന് പിടിക്കണം. എന്നിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. അപ്പം മീൻ വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് ചൂടാകുമ്പോൾ മീൻ കഷ്ണങ്ങൾ കെയർഫുള്ളായിട്ട് വേണം പറക്കി വെക്കാനായിട്ട്. ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഫിഷ് പൊടിഞ്ഞു പോകാതെ കിട്ടണം. അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് വേണം ഇതിലേക്ക് ഓരോന്നായിട്ട് പറക്കി വെക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 10 കഷ്ണമല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു 6 എണ്ണം വറുത്തെടുക്കുന്നുണ്ട്. ഇത് ഷാളോ ഫ്രൈ മതി കേട്ടോ, ഡീപ്പ് ഫ്രൈ ആവണ്ട. അപ്പോൾ തിരിച്ചും മറിച്ച് വിട്ടിട്ട് അടിഭാഗം ഒന്ന് മൂക്കുമ്പോൾ തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇങ്ങനെ വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ഞാൻ 2 ബാച്ചസായിട്ടാണ് വറുത്തെടുത്തത്. ആദ്യം ഒരു 6 എണ്ണം പിന്നെ ഒരു 4 എണ്ണം വറുത്തെടുത്തു. അപ്പോൾ ഇങ്ങനെ വറുത്തെടുത്ത് നമ്മൾ മാറ്റി വെക്കുക. ഇനി ഒരു ഉരുളി വെച്ചു. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയും 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തു. ഒന്ന് മൂക്കുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് കൊച്ചുള്ളി, അതുപോലെ തന്നെ ഒരു 4 മുതൽ 5 വരെ മീഡിയം സൈസിലുള്ള സവാളയും കൂടെ ഇതേപോലെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമ്മൾ ലേശം ഉപ്പും കൂടെ ചേർക്കണം. പിന്നെ ഇതിനൊരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയുടെ ചേർക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവണം. സോഫ്റ്റ് ആകുമ്പോൾ നമുക്കിതിലേക്ക് 2 തക്കാളി വേണം ചേർത്ത് കൊടുക്കാനുള്ളത്. അതായത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി, അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള ഒരു 3 തക്കാളി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ തക്കാളി ചേർത്തതിന് ശേഷം തീ ഒരല്പം കൂട്ടി വെച്ചോ, കാരണം തക്കാളി നല്ലതുപോലെ പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം തക്കാളിയുടെ ചേർക്കുമ്പോഴും അങ്ങനെ കരിഞ്ഞു പോകത്തില്ലല്ലോ. അപ്പോൾ തക്കാളിയെല്ലാം ഇവിടെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു പിടി
മല്ലിയിലയും കൂടെ ഒന്ന് നുറുക്കിയത് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. എന്നിട്ടിത് നല്ലതുപോലെ വഴറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണിലും കുറവ് മതി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കുത്തി നിറച്ചെടുക്കുന്ന മല്ലിപ്പൊടി കേട്ടോ. അതായത് കറക്റ്റായിട്ട് അങ്ങനെ എടുക്കണം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, അതുകൊണ്ടാണ് അതിനാ ഒരു നിറം കേട്ടോ. ഞാൻ ഇച്ചിരി മുളകൊക്കെ ഇട്ടാണ് പൊടിക്കുന്നത്. നമ്മുടെ ചാനലിലുണ്ട് വീഡിയോ കേട്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്തു. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കണം കേട്ടോ. ചൂടുവെള്ളം ചേർത്തിട്ട് ഏകദേശം ഒരു 2 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ തിളയ്ക്കണം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കാൻ നിൽക്കരുത്. നമ്മൾ തവി ഉപയോഗിക്കുന്നത് അത്ര നന്നായിരിക്കത്തില്ല, കാരണം ഈ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് പെരക്കി വെക്കണം. എന്നാലേ ആ ഒരു കറക്റ്റ് ഒന്നും പൊടിയാതെയും നല്ല രീതിയിലുള്ള ഒരു മസാല കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പം മീൻ കഷ്ണങ്ങളെല്ലാം ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഉരുളി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയോ ചെയ്യാവൂ, തവി ഉപയോഗിക്കരുത്. അപ്പം നമ്മൾ ഒരു സൈഡിൽ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ നേരെ തിരിച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. 2 സൈഡിലൊന്ന് മസാല ഒന്ന് കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരെ എല്ലാ മീൻ കഷ്ണങ്ങളും ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. കെയർഫുള്ളായിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോവും. അപ്പം അതുപോലെ ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരുപാടങ്ങ് മീനിന് മുകളിൽ നിൽക്കേണ്ട. ഏകദേശം ഈ ഒരു അളവിൽ വേണം, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു അളവിൽ വേണം വെള്ളത്തിൻ്റെ ഒരു ലെവൽ നിൽക്കാൻ കേട്ടോ. എന്നാലേ ആ കറക്റ്റായിട്ട് ആ മസാലയുടെ ഒരു ഗ്രേവിയുടെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിത് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഒന്നും കൂടെ ഉരുളി ചുറ്റിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ ചേർക്കണമെന്നുള്ളത് നമുക്ക് ടേസ്റ്റ് വേണമെങ്കിൽ ഈ സമയത്ത് നോക്കാം. എൻ്റെ ഗ്രേവി എരിവ് എങ്ങനെയുണ്ട്, അതുപോലെ ഉപ്പ് എങ്ങനെയുണ്ടെന്നൊക്കെ ഈ സമയത്ത് വേണം നോക്കാൻ. ഇനി ഞാൻ ഇത് വേവുന്ന സമയത്ത് ഈ 5 മിനിറ്റ് കൊണ്ട് ഒരു പേസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 1 പിടി നട്ട്സ് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ചെറിയ ജാറിൽ പൊടിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് തന്നെ കുറച്ച് തൈര് അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു കാഷ്യൂ തൈര് കൂടെ ചേർത്ത് മിക്സ് ചെയ്തത് ഞാനിതിൽ ചേർത്തു. എന്നിട്ട് വീണ്ടും ഈ ഉരുളി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ലേശം മല്ലിയിലയും കൂടെ ഒന്ന് നുറുക്കി ഇട്ട് കൊടുക്കുക. അപ്പം ഇത്രയും മതി. നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഓഫാക്കി മാറ്റി വെക്കാം. നിങ്ങൾ നോക്കിപ്പോൾ ഒരു ഗ്രേവിയൊക്കെ ഒരു കുറുകിയ പരുവായില്ലേ, ഇത്രയും മതി. അപ്പം ബിരിയാണി റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബിരിയാണി ചെമ്പോ ചരുവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിവിടെ ഒരു ചരുവോ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യ് ഉരുക്കിയെടുത്താണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഗരം മസാല ഐറ്റംസൊക്കെ ചേർക്കണം. അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇല, പെരുംജീരകമൊക്കെ. കൂടുതൽ ചെറിയ ജീരകം ഒരു നുള്ളും കൂടെ ചേർക്കണം കേട്ടോ, അതായത് നല്ല ജീരകം. ഒരു സവാള മീഡിയം ഏകദേശം ഈ ഒരു നീളത്തിൽ അരിഞ്ഞത്, അതുപോലെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയിട്ട് എല്ലാം ഒന്ന് നല്ല ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച് അരി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ പെട്ടെന്ന് കഴുകി വാരി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം അരിയൊക്കെ വേവിക്കുന്ന കറക്റ്റായിട്ടുള്ള മെത്തേഡ് ഞാൻ പല ബിരിയാണി വീഡിയോയിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നെയ്ച്ചോറിൻ്റെ വീഡിയോയിലൊക്കെ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അരി കറക്റ്റായിട്ട് വേവിക്കുന്നത് കേട്ടോ. പിന്നെ ഇച്ചിരി പുതിനയിലയും ഇച്ചിരി മല്ലിയിലയും കൂടെ നമ്മൾ അരിഞ്ഞത് ഈ നമ്മുടെ ചോറിനൊരു മണം കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. അടി കൂട്ടി വേണം ഇളക്കാൻ, പക്ഷേ ഒരുപാട് അങ്ങ് ബലത്തിലിട്ട് മിക്സ് ചെയ്യരുത്, അരി പൊടിഞ്ഞു പോകും. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളൊരു പാകത്തിനനുസരിച്ച് നിങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ചേർത്താൽ മതി. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുത്തു. പറഞ്ഞതുപോലെ കണ്ടമാനം അങ്ങ് ഇളക്കി കൊടുക്കല്ല, അരി പൊടിഞ്ഞു പോകും. അപ്പം ഞാനിവിടെ 4 കപ്പ് അരി എടുത്തെങ്കിൽ 4 കപ്പ് അരിക്ക് 7 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള ഒരു അളവാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കുന്ന സമയത്ത് ഓൾറെഡി മറ്റേ അടുപ്പിൽ ഇങ്ങനെ വെള്ളം ചൂടാക്കാൻ വെച്ചായിരുന്നു കേട്ടോ. 7 ഗ്ലാസ് വെള്ളമല്ല ഞാൻ ചൂടാക്കുന്നത്, 8.5 ഗ്ലാസ് വെള്ളമെങ്കിലും ചൂടാക്കും. വെള്ളം ചൂടാകുമ്പോൾ കുറച്ച് കുറയുമല്ലോ, അതുകൊണ്ട് കറക്റ്റായിട്ട് 7 ഗ്ലാസ് നമുക്ക് എടുക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ വെള്ളം ചൂടാക്കാൻ വെക്കണം. അപ്പം ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തു അടച്ചു വെച്ചു. ചെറിയ തീയിൽ അടച്ചു വെക്കണം. വലിയ തീയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കുറഞ്ഞും പോവും, അരി വേവത്തുമില്ല. ഞാനൊരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നു കേട്ടോ. തുറന്നിട്ട് ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കി ഉപ്പൊക്കെ കറക്റ്റ് പരുവാണോ എന്ന് നോക്കുമായിരുന്നു എൻ്റെ ആ ഒരു വെള്ളം എടുത്തിട്ട്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. അതുപോലെ 3/4 കപ്പ് പശുവും പാല്, സാധാരണ പാല് ചേർത്ത് കൊടുത്തു കേട്ടോ. ഈ പാല് ചേർക്കുന്നത് നമ്മുടെ റൈസ് മസാലയുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴും കളറൊന്ന് മാറും. അപ്പോൾ അത് മാറാതിരിക്കാൻ വേണ്ടി നല്ല വെള്ള കളർ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു പാല് ചേർക്കുന്നത്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോയിൽ എങ്ങനെ ചോദിക്കുമായിരുന്നു എന്തിനാണ് ഈ പാല് ചേർക്കുന്നതെന്ന്. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വെക്കണം, വലിയ തീയിൽ വെക്കരുത്. എന്നിട്ട് ഒരു കുറച്ച് മിനിറ്റ് അത് നിങ്ങൾ നോക്കണം. ഇപ്പം സമയത്തിൻ്റെ കണക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബർണറിൻ്റെ അനുസരിച്ചിരിക്കും. 5 മിനിറ്റ് അല്ല 9 മിനിറ്റൊക്കെ ആയിരിക്കാം. ഞാൻ എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് വറ്റിയപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്ത ഐറ്റംസ്, അതായത് സവാളയും റൈസിൻസും പിന്നെ നട്ട്സും കുറച്ച് ഇലയും കൂടെ നുറുക്കിയതും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ചെറുതെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അടി കൂട്ടി വേണം ചെറുകെ ഇളക്കാൻ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഇതിനൊരു എന്താ പറയുന്നത് ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി ഞാനിതിലേക്ക് കുറച്ച് പാലിൻ്റെ അകത്ത് അല്പം മഞ്ഞൾപ്പൊടി കലക്കിയത് 4 മൂലയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബിരിയാണി ആയതുകൊണ്ടാണ്, നെയ്യ് വേണ്ടിയവർക്ക് ചേർത്താൽ മതി. ലേശം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഗരം മസാലയാണ്. ഇത് കുറച്ച് ഗരം മസാലയുടെ ചേർക്കുമ്പോൾ ആ ഒരു നമ്മുടെ റൈസിനൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചു. അതിൻ്റെ മുകളിലായിട്ടൊരു വെയിറ്റ് വെച്ചു. എന്നിട്ട് ഞാൻ ചെറിയ തീയിൽ വെച്ചു. എന്നിട്ട് ഇത് നമ്മൾ പരുവാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടപ്പിൻ്റെ അറ്റത്ത് തൊടുമ്പോൾ നമുക്ക് കൈ പൊള്ളുന്നൊരു ചൂടാവുമ്പോൾ നമുക്കത് മാറ്റാനുള്ള ഒരു ടൈമാവും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. എന്നും പറഞ്ഞ് ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കുകയല്ലേ കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് സമയം നമ്മളത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വെച്ചിട്ട് എങ്ങോട്ടും പോവുകയും ചെയ്യില്ല, അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. അപ്പം ഞാൻ അരി വെന്തതിന് ശേഷം അത് മാറ്റി വെച്ചു. ഈ ഒരു ചരുവത്തിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ഇതിൽ തന്നെ ഒരു വാഴയില വാട്ടിയത് വെച്ച് കൊടുത്തു. ഇത്രയും വാട്ടണ്ട കേട്ടോ, ഞാൻ ഇച്ചിരി കൂടുതലായിട്ട് വാട്ടിപ്പോയി. ആ ഒരു പരുവത്തിന് വാട്ടിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് മീൻ മസാലയുടെ കഷ്ണങ്ങളും ചേർത്ത് കറക്റ്റായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിൻ്റെ പകുതി ഇതിലേക്ക് ഇടാം. എന്നിട്ടൊന്ന് പരത്തി വെക്കണം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ്, റൈസിൻസ്, ഫ്രൈ ചെയ്ത സവാള, കറി ലീവ്സ്, ഇതൊക്കെ എല്ലാം ഫ്രൈ ചെയ്തതാണ് കേട്ടോ. എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ബാക്കി റൈസും കൂടി ഇടുക. എന്നിട്ട് ഈ ഒരു ഇത് കറക്റ്റായിട്ടൊന്ന് പരത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ 4 കോർണറിലും മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും ഫ്രൈ ഐറ്റംസ് ബാക്കി ഇരിക്കുന്നതോടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു തക്കാളി ഇതേപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ റൈസ് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ തക്കാളി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്പുകളാണ്. പിന്നെ ഞാനിതിനകത്ത് ഇപ്പോൾ ഒരു ടീസ്പൂണോളം കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിഷ് ബിരിയാണിക്ക് ഒരു ടേസ്റ്റും മണമൊക്കെ വരാനാണ്. എന്നിട്ട് വേറൊരു ഇലയും കൂടെ വാട്ടിയത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. ഈ സ്റ്റെപ്പെല്ലാം പെട്ടെന്ന് ചെയ്യണം കേട്ടോ. പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ റൈസ് ഉണങ്ങിപ്പോവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇനി അടപ്പ് വെച്ചു. മുകളിലായിട്ട് ഒരു വെയിറ്റ് വെച്ചു. എന്നിട്ട് ഇതേപോലെ ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ തീയിൽ വെക്കണം. എന്നിട്ട് ഈ അടപ്പ് തൊടുമ്പോൾ ചൂടാവുന്ന സമയത്ത് നമ്മളിത് ദമ്മ് പൊട്ടിക്കണം.
ഏകദേശം ഒരു 10 മിനിറ്റോളമൊക്കെ വരത്തുള്ളൂ ഇതിനെ അടച്ചു വെച്ചിട്ട് ആ ഒരു ചെറിയ തീയിലേ. ഇനി നമ്മൾ ഇല മാറ്റി നോക്കുമ്പോൾ നല്ല മണമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം അടിയിൽ നിന്നും ഇളക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും കെയർഫുള്ളായിട്ട് ഇളക്കാവും കേട്ടോ, കാരണം മീൻ പൊടിഞ്ഞു പോകരുത്. പെതുക്കെ ഇളക്കിയാൽ മതി. നമ്മൾ ഈ ഇളക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബിരിയാണി ഇരുന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അടി കൂട്ടി പെതുക്കെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാണ്. നിങ്ങളും തയ്യാറാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഇങ്ങനെ കുറേ റെസിപ്പീസ് ഞാൻ ഇടാതെ എൻ്റെ കയ്യിലുണ്ട്, കുറേ സീക്രട്ട് റെസിപ്പീസ് ഞാൻ ഇനി ഇടാം കേട്ടോ. പിന്നെ വേറെ എന്നാ, നിങ്ങളെല്ലാവരും ഈ ഒരു ബിരിയാണി തയ്യാറാക്കി നോക്കണം. ഈ ക്രിസ്മസിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കഴിക്കാനും ഒക്കെ ഈ ബിരിയാണി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞാൻ ക്ലിയർ ആക്കി തരാം. ഇനി അരി വേവിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ പഴയ ബിരിയാണി വീഡിയോസിൽ നോക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.